Hi dears, welcome back to Fashion Week Designs. Linen fabric വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. നമ്മൾ ഫുള്ള് ബേസിക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ പാച്ച് വർക്കും ഡിജിറ്റൽ പ്രിന്റും അതിൽ ഹാൻഡ് വർക്കും ഒക്കെ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കണ്ടത്. ഇതുപോലെയാണ് അതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. യോക്ക് ഉണ്ടോ ലിനൻ പാച്ച് തന്നെയാണ്. അതിൽ ഹാൻഡ് വർക്കിന് മേലെ ഫുള്ളും ത്രെഡും അതിൽ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയ സീക്വൻസ് വരുന്നുണ്ട്. പിന്നെ ഓൾ ഓവർ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള സെൽഫ് ഡിസൈനും ഉണ്ട്, മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റും വരുന്നുണ്ട്. അപ്പം പിങ്ക് വരുന്നുണ്ട്, ഇതുപോലെ ഒരു ബ്ലൂന്നോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പീസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഇതുപോലൊരു പീച്ച് പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡ്. 4 കോമ്പിനേഷൻസിലാണ് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വേണ്ട ലുക്ക് ഇതുപോലെയാണ്. നോർമലി നമ്മുടെ വൈറ്റിൽ താഴെ ദാമൻ അത്രയും ഹൈലൈറ്റഡ് ആവുമല്ല. ഈ ഡിസൈന് വരുമ്പോഴുണ്ട് യോക്ല പാച്ചിന് ബേസ് ആയിട്ടുള്ള ഒരു ദാമൻ വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു കോമ്പിനേഷൻസ് തന്നെ ഓൾ ഓവർ ഇതുണ്ടോ ഈ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് പിങ്ക് ബ്ലൂവിൻ്റെ കോമ്പോസിൽ ചെറിയ ചെറിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. സെൽഫ് ഡിസൈൻ ഓൾ ഓവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് പാനൽ വരുമ്പോഴും ഇതുപോലെ തന്നെ ഇതുണ്ട് വിത്ത് ദാമൻ ബോർഡർ. ആ ഒരു പാച്ച് വർക്കിൻ്റെ കോമ്പോയിലുള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെ വരുന്നൊരു ദാമൻ ബോർഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സിൽവർ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ താഴെ ഭാഗം വരുമ്പം നമ്മുടെ യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈനാണ് താഴെ ഭാഗത്ത് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ബോട്ടം സെറ്റ് ചെയ്തേക്കോ, സാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം. സോ ഈ ഒരു കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട്, അത്രയും ബ്രൈറ്റ്നസ് ഇല്ല, ചൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർഫുൾ ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഓഫ് വൈറ്റ് യോക്ക് ദാമൻ ബാക്ക് പാനൽ ദുപ്പട്ടയുടെ എൻഡ്സ് വരുമ്പോൾ ഇത് ചൂടെ കളർഫുൾ ആയിട്ട് നിൽക്കും. യൂഷ്വലി ഇങ്ങനെയുള്ള പാറ്റേൺസിൽ യോക്ക് മാത്രമാണ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതിലെല്ലാം യോക്ക് മാത്രമേ വർക്ക് വരാറുള്ളൂ, അതായത് ഈ പാച്ച് വർക്ക് കൊടുക്കുമ്പം. പിന്നെ ദുപ്പട്ടയിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത് ദുപ്പട്ടയിൽ വരുമ്പം ഡാർക്ക് ഷെയ്ഡിൽ തന്നെ കോൺട്രാസ്റ്റ് ടോണിൽ ബോർഡർ കൊടുത്തിട്ട് ടോപ്പിൻ്റെ അതേപോലെ ബാക്കി പോർഷൻ. പിന്നെ താഴെ ഭാഗം വരുമ്പോൾ ആ പാച്ചിൻ്റെ ആ ഒരു കോംബോ തന്നെ വരുന്നുണ്ട്. അത് തന്നെ ഇച്ചിരി വെറൈറ്റി ഒരു സ്റ്റൈലാണ് ഈ സെറ്റിന് വന്നിരിക്കുന്നത്. 1340 ഇതിൻ്റെ പ്രൈസ്. സോ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് പീച്ച് പോലെ നിൽക്കുന്ന ഷെയ്ഡാണ്. ഇതുണ്ട് ഇതിൻ്റെ വർക്ക് നോക്കി. ഈ ഒരു ചെറിയൊരു ആപ്ലിക് സ്റ്റൈലിലാണ് ഈ ഡിജിറ്റൽ പ്രിന്റ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പാച്ചും ചെറിയൊരു ഹാൻഡ് വർക്കും ചെറിയ സീക്വൻസിങ്ങും വരുന്നുണ്ട്. നല്ല ഒരു അത്യാവശ്യം ഫങ്ഷൻ വിയർ ആയിട്ടും ഒക്കെ, അതായത് ഓവർ വർക്ക് ഇല്ലാത്തവർ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി ഓവർ വർക്കില്ല, ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സംബന്ധിച്ച് നമുക്ക് ഫങ്ഷൻ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. നമുക്ക് ഫേവറേറ്റ് ആണ് ലിനൻ. എപ്പോഴും പോകുന്ന അതേ ചൂട് എടുക്കല. ആൻഡ് നമ്മുടെ പ്യുവർ ഫാബ്രിക്കിൻ്റെ അതേ ഒരു കംഫോർട്ട്നെസ് കിട്ടുന്ന പോലത്തെ ഫാബ്രിക്കുകളാണ് ലിനൻ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഫാബ്രിക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത് ദുപ്പട്ട വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് സാൻഡൂൺ ആണ് ഇതിന്റെ ബോട്ടം പെയർ ചെയ്തേക്കും. 1340 പ്രൈസ്. ലാസ്റ്റ് വൺ എൻ്റെ ലുക്ക് ഇതുപോലെ വരും. ഒരു ലൈറ്റ് ഒരു ആഷ് ഗ്രീൻ, പക്ക ആഷ് ഗ്രീൻ അല്ല, എന്നാലും പീസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു വേറെ കളറിൻ്റെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ്. താങ്ക് യു.